എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് ഇന്നസെന്റ്. ഇന്നസെന്റ് എന്ന് പറയുമ്പോൾ അത് ഒരു ഫലിതമായി, അല്ലെങ്കിൽ നമുക്ക് പല വിഷമങ്ങളും വരുമ്പോൾ ഇന്നസെന്റിന്റെ പല സിനിമകളും നമുക്ക് ആശ്വാസകരമാകാറുണ്ട്. അദ്ദേഹം ഇപ്പോഴും കടന്നുപോയെങ്കിലും ഇപ്പോഴും നമ്മൾ ഓരോ സിനിമകളിലെ അല്ലെങ്കിൽ ഓരോ രംഗങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തിന്റെ ഡയലോഗൊക്കെ നമ്മൾ ഇപ്പോഴും പറയാറുണ്ട് അല്ലെ. അതുപോലെ ഇന്നസെന്റ് അർബുദബാധിതനായി ചികിത്സയിലിരിക്കുമ്പോൾ എഴുതിയ പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരിക എന്ന പുസ്തകം. അത് കന്നഡയിലേക്ക് വിവർത്തനം ചെയ്ത ബംഗളൂരു മലയാളി മായാബി നായരുടെ ജീവിതകഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. പുസ്തകത്തിന് കന്നഡ മണ്ണിൽ ലഭിച്ച അംഗീകാരവും അന്ന് ഇന്നസെന്റ് നൽകിയ ഊർജ്ജവും പിന്നീട് 5 മലയാള പുസ്തകങ്ങൾ കൂടി കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്താൻ കരുത്തു നൽകിയെന്ന് മായ പറയുന്നു. 7ാമത്തെ പുസ്തകമായി ബെന്യാമിന്റെ നിശബ്ദ സഞ്ചാരങ്ങൾ കന്നഡ വായനക്കാരിലേക്ക് എത്തിക്കാനുള്ള എഴുത്തും മായ പുരോഗമിക്കുകയാണ്. ಕಾಯಿಲೆ ಮತ್ತೊಬ್ಬರಿಗೆ ಮಾತ್ರ ಬರುವುದೆಂಬ ವಿಶ್ವಾಸ. ಎಲ್ಲ ಮನುಷ್ಯರಿಗೂ ಇರುವ ವಿಶ್ವಾಸ ರೋಗವೆಂಬುದು ಮತ್ತೊಬ್ಬರಿಗೆ ಮಾತ್ರ ಬರುತ್ತದೆ, ಅದು ತನ್ನ ಹತ್ತಿರ ಕೂಡ ಸುಳಿಯುವುದಿಲ್ಲ ಎಂದು ಪ್ರತಿಯೊಬ್ಬರೂ ಅಂದುಕೊಳ್ಳುತ್ತಾರೆ. ഞാൻ ഇന്നസെൻറ്റ് സാറിൻ്റെ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചതിന് ശേഷം നമ്പർ തപ്പാനായിട്ട് എനിക്കൊരു പരിചയമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പാർലമെൻറ്റ് വെബ്സൈറ്റിലെ നമ്പറൊക്കെ തപ്പിയെടുത്ത് വിളിച്ചപ്പോൾ സാറ് തന്നെയാണ് ഫോൺ എടുത്തത്. ഞാൻ എന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, മായ ഇതിനു മുമ്പ് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ പുസ്തകമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെറുകഥകളൊക്കെ ചെയ്തിട്ടുണ്ട്, ബുക്കായിട്ട് ചെയ്തിട്ടില്ല. ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയിയാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് കന്നഡ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്തോളാൻ പറഞ്ഞു സാറ്. ഒരുപാട് പേരിത് വായിച്ചിട്ട് എന്നെ ഈ ക്യാൻസറിനെ കുറിച്ച് എനിക്കൊരു കൗൺസിലിംഗ് പോലെ തന്നെ എത്രയോ പേര് വിളിച്ചിട്ടുണ്ട് എന്നെ ഈ കാര്യം പറഞ്ഞ്. പിന്നെ മണ്ടിയെന്ന് ഒരാൾ വിളിച്ചെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു 2-3 വർഷം മുമ്പേ ഇറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ അച്ഛൻ രക്ഷപ്പെട്ടേനേയും എന്ന് വെച്ചാൽ അത്രയും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു പുസ്തകമാണ് ഇത്. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണെങ്കിൽ ഇത് വെറും ക്യാൻസറിനായിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതിനേക്കാളും ഏതൊരു പ്രതിസന്ധിയെ നമുക്ക് നേരിടാനുള്ള ഒരു ഊർജം തരുന്ന ഒരു പുസ്തകമാണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്യുന്നത്. ഫേമസ് പേഴ്സണാലിറ്റിയും കൂടിയാണല്ലോ സാർ. ഒരു MP ആയിരുന്നു, ഒരു നല്ല ഒരു സിനിമാ നടനായിരുന്നു. അങ്ങനെയൊക്കെ കൂടി ആയപ്പോൾ അങ്ങേരുടെ പുസ്തകം എന്ന് പറയുമ്പം എന്നെ ആൾക്കാർ അറിഞ്ഞു അതിലൂടെ. ചിലപ്പോൾ ഞാൻ വേറെ ആരുടെയും ഇതെൻ്റെ ആദ്യത്തെ പുസ്തകമാണ്, ബുക്കായിട്ട് ഞാൻ റിലീസ് ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പ് ചെറുകഥകളൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ബുക്ക് വന്നത് കൊണ്ടാണ് എന്നെ ആൾക്കാർ അതിലൂടെയാണ് അറിയുന്നത് തന്നെ. ഇപ്പോഴും എന്തേലും പറയുന്നെങ്കിൽ സാവിന മനയ കഥവ തട്ടി എഴുതിയ ആളാണെന്നാണ് ഏത് വേദിയിലും എന്നെ അറിയപ്പെടുന്നത്. നല്ലൊരു സ്റ്റോറി അല്ലേ? അതെ. അത് അർബുദബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് ഈ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന ഇന്നസെന്റിന്റെ പുസ്തകം അതൊരു മരുന്നാണ്. അത് കന്നഡ മണ്ണിലേക്കും അത് വിവർത്തനം ചെയ്യപ്പെട്ട് മായയുടെ ഒരു കരങ്ങളാൽ പോകുന്നു എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള വാർത്ത. അതെ, ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യാനും സ്വന്തമായിട്ട് പുസ്തകം എഴുതാനും ഒക്കെ ആശംസകൾ നേരുന്നു ഞങ്ങൾ.